ഹരി ഓം. ഹരി ഓം. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ ആ പൊങ്കാല ഇടുന്ന എല്ലാ അമ്മമാർക്കും ശ്രീ പരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഏകാദശ സ്കന്ധം ജ്ഞാനയജ്ഞം ആരംഭിക്കാം. ഹരി ഓം. ഹരി ഓം. നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകര സുമനസാമഗ്രേസര ശ്രീപതി ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്ര വിശാരദ പ്രണിപതൽ ഭക്ത പ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യാസു മനസാം സർവാർത്ഥാനാമുപക്രമേയം നത്വാ കൃതകൃത്യാ സിസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലാം ദദാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണാം ഭാസാം കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാന സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാത്വേഷ്വഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്പൂരയാം. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷ ധാമനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോജ്ജിത കൈതപോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിപദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യപരുദ്യതേ പ്രകൃതിഭിः ശുശ്രൂഷുഭിത്തൽക്ഷണാൽ നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാः. നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയൽ.
യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവാ പുത്രേതി തന്മയതയാദരവോ വിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി യസ്വാനുഭാവമഖില ശ്രുതിസാരമേകമധ്യാത്മദീപമതിഥിദീർഘതാന്തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്ത്വന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തന്ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതൈർമഹദ്ഭിജയിമാ പുരോ വിഭുർനിർമായ ചേതേതമോഷു പുരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലങ്കൃഷിഷ്ട ഭഗവാൻ ഭജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപദേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമഃ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഒരുപാട് നമ്മുടെ ഗ്രൂപ്പിലെ തന്നെ ഒരുപാട് അമ്മമാര് ആ പൊങ്കാലയിടാനായിട്ട് തയ്യാറായി ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവർക്കെല്ലാവർക്കും മാത്രമല്ല, ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും മാത്രമല്ല, ലോകത്തിന് മുഴുവൻ ആ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇങ്ങനെയുള്ള ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ എല്ലാവരും അതിൻ്റെ പേരിൽ തപിച്ചുകൊണ്ടാണ് ഇന്ന് ലോകം. ദേവിയെ, ആദിപരാശക്തിയായിട്ടുള്ള അമ്മയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, അമ്മയുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മഹാമാരിയെ ഭയക്കേണ്ടതില്ല. അമ്മയുടെ അനുഗ്രഹമുള്ള ഭക്തന്മാരെ ഒന്നും മഹാമാരി തൊടില്ല. അപ്പൊ അമ്മയുടെ തിരുനാമ സങ്കീർത്തനം ചെയ്യുക, അതുപോലെ തന്നെ അമ്മയെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങള്, അതുപോലെ തന്നെ അമ്മയെ പൂജിക്കുക തുടങ്ങിയിട്ടുള്ള അമ്മയുടെ മഹാത്മ്യങ്ങൾ കേൾക്കുക, അത് പാടുക ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ആ മഹാമാരിയെ ഭയക്കേണ്ടതില്ല. അപ്പൊ ആ അമ്മയുടെ അനുഗ്രഹം ലോകത്തിന് മുഴുവൻ ഉണ്ടാവട്ടെ. ആ ലോകത്തിന്റെ ആ ദുഃഖം ഇല്ലാതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഏകാദശ സ്കന്ധത്തില് നിമി നവയോഗി സംവാദമാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം ആ കർമ്മയോഗത്തെ കുറിച്ചാണ് അനുസ്മരിച്ചത് നമ്മൾ എന്നാണ്. ആ കർമ്മയോഗത്തിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. പലപ്പോഴും ഈ വേദത്തില് ഓരോ തരത്തിലുള്ള കർമ്മങ്ങളെ ഒക്കെ ചെയ്യാൻ വിധിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ ആ പറഞ്ഞ കാര്യത്തില് അതിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അനവധി കർമ്മങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ കുടുക്കിൽ വന്ന് പെടുന്നുണ്ട് ആളുകളൊക്കെ. ഇതിനുദാഹരണമായിട്ടാണ് നമ്മൾക്ക് ആ പുരഞ്ജനോപാഖ്യാനം വേണമെച്ചാൽ ശ്രമിക്കാം. ആ പുരഞ്ജനോപാഖ്യാനത്തില് ഈ കർമ്മടനായിട്ടുള്ള പ്രാചീന ബലിഗസിന്റെ കഥയാണ് പറയുന്നത്. കർമ്മം എന്തിനു വേണ്ടിയിട്ടാണ് വേദത്തിൽ വിധിച്ചത്, അതിന്റെ താല്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ആ ബാഹ്യമായിട്ടുള്ള ഭാവത്തിൽ മാത്രം കുടുങ്ങി ആന്തരികമായിട്ടുള്ള തത്വത്തെ അറിയാതെ കണ്ട് കർമ്മക്കുടുക്കിൽ പെടുന്ന ഒരു ജീവന്റെ അവസ്ഥ. ആ കർമ്മക്കുടുക്കില് പെട്ടുകഴിഞ്ഞാൽ എന്താ പറ്റുക എന്നാണെങ്കിൽ ആ ജീവനെ വീണ്ടും വീണ്ടും ജന്മവും മരണവും ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. വാസ്തവത്തില് വേദത്തിൽ കർമ്മമൊക്കെ വിധിച്ചിരിക്കുന്നത് പിന്നെ കർമ്മം ചെയ്യാത്ത നിലയിലേക്ക്, നിഷ്കാമ ഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ആ പൂർണ്ണമായിട്ട് കർമ്മത്തിൽ നിന്ന് വിടുന്ന ഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആദ്യം നമ്മൾക്ക് കർമ്മം ചെയ്താലേ പറ്റുള്ളൂ. കാരണം നമ്മളൊക്കെ കർമ്മവാസനകളെ കൊണ്ടാണ് ശരീരം എടുത്ത് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട്, അപ്പൊ കർമ്മം ചെയ്യാൻ പ്രേരണ കൊടുക്കലാണ് യോജനാർത്ഥ ഫലശ്രുതി. ഇന്ന ഫലം കിട്ടും ഇന്ന കർമ്മം ചെയ്താൽ. വാസ്തവത്തിൽ ഫലത്തിന് വേണ്ടിയിട്ടല്ല കർമ്മം ചെയ്യേണ്ടത്,
കർമ്മം ചെയ്യുന്നത് നമ്മുടെ കർത്തവ്യമാണ്, അത് ഈശ്വരനെ സന്തോഷിപ്പിക്കാനാണ് എന്ന ഭാവത്തിലാണ് പക്ഷേ അത് ആദ്യം നമുക്ക് തോന്നില്ല. അപ്പൊ ആ കർമ്മത്തിലൊരു താല്പര്യം വരാൻ വേണ്ടിയിട്ടാണ് ഫലശ്രുതി പറഞ്ഞിരിക്കുന്നത്. ആ ആദ്യം ഫലശ്രുതിയെ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യും. ആ കർമ്മം നേരെ ചൊവ്വയാണെങ്കിൽ കുറച്ചു കാലത്തെ ആ കർമ്മം ചെയ്യലിലൂടെ മനസ്സ് ശുദ്ധമായി തീർന്നാൽ പിന്നെ ഫലത്തെ ആഗ്രഹിക്കില്ല. ഞാൻ ചെയ്യുന്ന കർമ്മം കൊണ്ട് ഭഗവാൻ സന്തോഷിക്കണം. അപ്പൊ കർമ്മയോഗമായിട്ട് ഞാൻ ചെയ്യുന്ന കർമ്മം കൊണ്ട് ഭഗവാൻ സന്തോഷിക്കുക എന്ന് വെച്ചാൽ ലോകം തന്നെ സന്തോഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ഭഗവാൻ എന്ന് വെച്ചാൽ ആരാ? വിശ്വം വിഷ്ണുർവഷട്കാരോ. നമ്മൾ സഹസ്രനാമം ജപിക്കുമ്പോൾ ആദ്യത്തെ നാമം വിശ്വം എന്നാണ്. ലോകം മുഴുവൻ ഭഗവത് സ്വരൂപം തന്നെയാണ്. അപ്പൊ ചെയ്യുന്ന കർമ്മം കൊണ്ട് ലോകത്തിന് മുഴുവൻ ക്ഷേമം ഉണ്ടാവണം. അങ്ങനെയാണ് കർമ്മത്തെ നമുക്ക് ശുദ്ധമാക്കി തീർക്കാൻ പറ്റുക. അതോടുകൂടി നമ്മുടെ മനസ്സിലെ കർമ്മവാസനകൾ ഇല്ലാണ്ടായിട്ട് മനസ്സ് ശുദ്ധമായി തീരും. അങ്ങനെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ആ മനസ്സിൽ ഉദിക്കും. ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിലൂടെ ജീവന് മുക്തി എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനും പറ്റും. അതിനു വേണ്ടിയിട്ടാണ് കർമ്മം വിധിച്ചിരിക്കുന്നത്. വേദാണ് കർമ്മയോഗത്തെ ആദ്യമായിട്ട് വിധിക്കുകയും വിവരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. വേദങ്ങൾ എന്ന് വെച്ചാൽ ഈശ്വര സ്വരൂപങ്ങളാണ്. ഈശ്വരനെ അറിയാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ വേദത്തിന്റെ താല്പര്യത്തെ അറിയാനും ഈശ്വരനെ അറിയുന്നത് പോലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നർത്ഥം. കാരണം വേദങ്ങൾ പരോക്ഷവാദങ്ങളാണ്. അതുകൊണ്ട് അതില് ശബ്ദാർത്ഥത്തെ അല്ല വേദങ്ങളിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്. വാച്യാർത്ഥങ്ങളെയൊക്കെ തള്ളി ലക്ഷ്യാർത്ഥങ്ങളെ ഗ്രഹിക്കാറായി തീരണം. അങ്ങനെ ആയി തീരണമെങ്കിൽ അത്രമാത്രം വൈദിക സംസ്കാരം ഉണ്ടാവണം ആ ചെയ്യുന്ന ആൾക്ക്, അല്ലെങ്കിൽ ആ വേദം പഠിക്കുന്ന ആൾക്ക്. അപ്പൊ ആ വൈദിക സംസ്കാരം കൊണ്ട് മനസ്സ് ശുദ്ധമായിട്ടുള്ള ആളുകൾക്ക് വേദത്തിന്റെ താല്പര്യം ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതില്ലാത്തവർക്ക് മിക്കപ്പോഴും വൈദിക കർമ്മങ്ങൾ വേണ്ടതുപോലെ ഫലപ്രദമാകില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ആ കർമ്മങ്ങള് അനർത്ഥത്തിന് പോലും കാരണമായിട്ട് തീരും. അതുകൊണ്ട് മഹാത്മാക്കള് ഈ പ്രാകൃതന്മാരായിട്ടുള്ള ആളുകൾക്ക് വൈദിക കർമ്മങ്ങളെയൊന്നും ഉപദേശിക്കില്ല. വൈദിക സംസ്കാരമില്ലാത്തവർക്ക് വേദധർമ്മങ്ങളെ കേട്ടാൽ തന്നെ വേണ്ടതുപോലെ ധരിക്കാൻ സാധിക്കില്ല. അവരെ അത് തെറ്റിദ്ധരിക്കും. എന്താ? യജ്ഞങ്ങളൊക്കെ ജന്തുഹിംസയ്ക്കും സോമപാനത്തിനുള്ള ഉപാധികളാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കും. അങ്ങനെ ജന്തുഹിംസയും സോമപാനവും കൊണ്ട് ദേവന്മാരെ സന്തോഷിക്കും, അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്നടക്കം അവർ വിചാരിക്കും. അതിന്റെ പിന്നാലെ പോകുന്നതാണ്. എത്രയോ ആളുകൾ ഇപ്പോ ഞാൻ ആ കണ്ണൂർ ഭാഗത്തോ മറ്റൊരു സപ്താഹം നടത്തുമ്പോഴാണ് അവിടെ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്ന 2-3 ചെറുപ്പക്കാരുണ്ട്. അവര് കുറച്ച് ആധ്യാത്മികമായിട്ട് ജീവിതം നയിക്കുന്ന കൂട്ടരുമാണ്. പിന്നെ ഇതിൽ പറഞ്ഞ കാര്യങ്ങള് അതിന്റെ യുക്തി എന്താണെന്ന് യുക്തിയുക്തം മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുള്ള കൂട്ടരാണ്. അപ്പൊ അവര് യജ്ഞശാലയിലൊന്നും വന്നിരിക്കില്ല, ദൂരെ വന്നിരുന്ന് നമ്മൾ പറയണതൊക്കെ ശ്രമിക്കും. അപ്പൊ വല്ല സംശയം എന്ന് വെച്ചാൽ വൈകുന്നേരം നമ്മൾ താമസിക്കുന്ന ദിക്കിൽ വന്ന് അവരെ സംശയം ചോദിക്കും. അപ്പൊ അതിലൊരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചത് ഇതാണ്: ഈ വേദത്തില് പശുഹിംസ ചെയ്യാം, അതുപോലെ മദ്യം, സോമപാനം ഇതൊക്കെ വിധിച്ചിരിക്കുന്നു, എന്താ അതിന്റെ കാരണം, എന്താണ് അതിന്റെ താല്പര്യം? അങ്ങനെ നമ്മൾ വേദത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകള് ആ ഹിംസയ്ക്കും അതുപോലെ ആ മൃഗബലിക്കൊക്കെ താല്പര്യം കൂടുതൽ കൊടുക്കില്ലേ? ഞങ്ങളുടെ ഇടയിൽ പല ദിക്കിലും ഇപ്പൊ മൃഗബലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അയാൾ വന്ന് പറഞ്ഞത്. അപ്പൊ വാസ്തവത്തില് വേദത്തില് ആ ജന്തുഹിംസ സോമപാനം എന്നുള്ള ഭാവങ്ങളൊക്കെ വിധിച്ചിരിക്കുന്നത് അതിന്റെ ശരിയായിട്ടുള്ള രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഒരു ഹിംസ കൊണ്ടൊന്നും ഒരു ഈശ്വരനും സന്തോഷിക്കാൻ പോണില്ല. ഇവിടെ ഇത് ആ വേദത്തിൽ പറഞ്ഞിരിക്കണമെന്നും പറഞ്ഞ് ജന്തുക്കളെ കൊല്ലാനും അതുപോലെ മദ്യത്തിന്റെ പിന്നാലെ പോകാനും ഒക്കെ തുടങ്ങിയാല് ഇതിൽ പരം ഒരു കഷ്ടം വേറെ എന്താ ഉള്ളത്? വാസ്തവത്തിൽ എന്തിനെയാണ് അവിടെ ആ ഹിംസിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അതായത് താനാകുന്ന ജീവന്റെ ജീവത്വമാണ് ബലികഴിക്കപ്പെടേണ്ടതായിട്ടുള്ള ജന്തു. അങ്ങനെ ആ ജീവത്വം ബലികഴിക്കപ്പെടുക എന്ന് വെച്ചാൽ ഈശ്വരനെ സമർപ്പിക്കുക എന്നർത്ഥം. അപ്പൊ ആ ജീവൻ ഈശ്വരനുമായിട്ട് ചേരണം എന്നുള്ള തത്വത്തെയാണ് അവിടെ ബോധിപ്പിക്കുന്നത്. ആത്മനിർവൃതിയാണ് സോമപാനവും അല്ലെങ്കിൽ അതിന്റെ ലഹരി എന്നൊക്കെ പറയുന്നത്. അപ്പോ ആ ജീവത്വമാണ് ജന്തു എന്നും ആത്മനിർവൃതിയാണ് സോമപാനം എന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ യജ്ഞങ്ങളെ കൊണ്ട് ദുരിതം അല്ലാണ്ട് മറ്റെന്താ കിട്ടുന്നത്? ഇതുകൊണ്ടൊക്കെയാണ് അതിന്റെ താല്പര്യം നേരെ ഗ്രഹിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഇക്ഷ്വാകുവിന്റെ മുമ്പിൽ വെച്ച് നിമി ഈ ചോദ്യം സനകാദികളോട് ചോദിച്ചപ്പോ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാതിരുന്നത്. കാരണം അതായത് കേമന്മാരായിട്ടുള്ള ആളുകൾക്ക് പോലും അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാൻ വയ്യ. അപ്പൊ പിന്നെ കുട്ടിയായിട്ടുള്ള അദ്ദേഹത്തിന് കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പൊ ഇപ്പോ ഉപദേശിച്ചു കൊടുക്കുമ്പോ ഇപ്പോഴും അതിനുള്ള യോഗ്യത വന്നു എന്ന് വിചാരിച്ചിട്ടല്ല ഇവിടെ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് എന്താ അതിന് മനസ്സിലാക്കേണ്ടത്? അതായത് കർമ്മയോഗത്തെ ഇപ്പോഴും അവിടെ ശരിക്കും ഉപദേശിക്കുന്നൊന്നുമില്ല. പിന്നെ എന്താ ചെയ്തത്? കർമ്മയോഗത്തിന്റെ ഒരു അവാന്തര വിഭാഗമായിട്ടുള്ള ക്രിയാമാർഗത്തെ ഉപദേശിക്കാന്ന് പറഞ്ഞ് ക്രിയാമാർഗത്തെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ ക്രിയാമാർഗം ശ്രദ്ധയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ മനസ്സ് ശുദ്ധമായി തീർന്ന് വേദത്തിന്റെ താല്പര്യം മനസ്സിലാക്കി ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളർന്ന് ക്രമേണ ആത്മ സാക്ഷാത്കാരത്തിന് അത് ജന്മസാഫല്യമായിട്ടുള്ള കൈവല്യത്തിന് അർഹത വരും. അതുകൊണ്ട് ക്രിയാമാർഗത്തെ അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ആ പൂജാവിധിയെ ആവിൽഹോത്ര എന്ന യോഗീശ്വരൻ ഉപദേശിക്കുന്നത് എന്നാണ്. അപ്പോ ആ പൂജാവിധിയിലൂടെ പൂജ എന്ന് വെച്ചാൽ ശരിക്കൊരു യജ്ഞത്തിന്റെ ചുരുക്കമായിട്ടുള്ള രൂപമാണ്. അപ്പൊ ആ പൂജാ സമ്പ്രദായം നമ്മൾ ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ വിശ്വാസത്തോടും കൂടെ അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ആ വേദത്തിൽ പറഞ്ഞ നൈഷ്കർമ്മ്യ ഭാവം സിദ്ധിച്ചിട്ട് ആ ജീവൻ ആ പൂർണ്ണമായിട്ട് ഈശ്വരനുമായിട്ട് ഒന്നിച്ച് സാക്ഷാത്കാരത്തിലേക്ക് എത്തപ്പെടുന്ന കാണിച്ചു തരികയാണ്. അപ്പോ പൂജാ സമ്പ്രദായവും മറ്റൊന്നും മോശമൊന്നുമല്ല, അത് ഏറ്റവും ഉയർന്ന സ്റ്റേജ് തന്നെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും അതിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി അതിന്റെ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. നമ്മളിപ്പോ ഭഗവാനെ പൂജിക്കുന്നത് അതിന് ചെയ്യുന്ന കർമ്മങ്ങളില് നിവേദിക്കുന്ന പദാർത്ഥങ്ങളില് ഇതിലൊക്കെ പല പല തത്വങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നോക്കൂ, ഈ പൂജയും പൂജാ സമ്പ്രദായവും ഒക്കെ വേദത്തിൽ വിധിച്ചതായിട്ടുള്ള കർമ്മങ്ങളാണ്. അത് വേദ പ്രാമാണ്യമുള്ളവയാണ്. അതുകൊണ്ടാണ് ഇന്നും അത് നിലനിൽക്കുന്നത് എന്നാണ്. യജ്ഞങ്ങള് ഇപ്പോഴും നിൽക്കണില്ലേ? പക്ഷെ അതൊക്കെ അതിന്റെ താല്പര്യം ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ആ ഭാവത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും അനുഭവിക്കാനും കഴിയും. ലക്ഷ്യം മനസ്സിലാക്കാതെ ചെയ്യുമ്പോഴോ ലോകത്തിലെ അനുഭവങ്ങൾക്കൊക്കെ ഉപകരിക്കുന്നല്ലാണ്ട് നമ്മൾ അതിൽ തന്നെ കടന്ന് കറങ്ങും, അതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ പോകുന്നില്ല. അപ്പൊ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിനെയൊക്കെ അനുഷ്ഠിക്കാന്ന് കാണിച്ചു തരികയാണ്. അത് മനഃശുദ്ധി വന്നു കഴിഞ്ഞാൽ ലക്ഷ്യം മനസ്സിലാകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ മനഃശുദ്ധിക്കാണ് ഈ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ആ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ കാലം കൊണ്ട് നമുക്ക് മനഃശുദ്ധി ഉണ്ടാവും. ആ മനഃശുദ്ധി കൊണ്ടേ നമുക്ക് ഈ തത്വത്തെ ബോധിക്കാനായിക്കൊണ്ട് കഴിയുള്ളൂ എന്നാണ്. ഇപ്പോ ആവിൽഹോത്ര യോഗീശ്വരനിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിമി മഹാരാജാവിന് സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാന്റെ അവതാരങ്ങള്, ആ പ്രസിദ്ധങ്ങളായിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങൾ എത്രയാണ്, അത് ഏതൊക്കെയാണ്, ഏതേത് കാലദേശങ്ങളിൽ എന്തുദ്ദേശത്തിലാണ് ഈ അവതാരങ്ങളൊക്കെ എടുത്തത് എന്നൊക്കെയാണ് പിന്നീട് ചോദിക്കുന്നത്. അതിന് ദ്രുമിളൻ എന്ന യോഗീശ്വരനാണ് മറുപടി പറയുന്നത് എന്നാണ്. എന്താ ഭഗവാന്റെ അവതാരങ്ങൾ എന്ന് വെച്ചാൽ അത് അസംഖ്യങ്ങളാണ്. അത് മുഴുവൻ വർണ്ണിക്കാനൊന്നും ആർക്കും കഴിയില്ല. അതാണ് ഇനി 4-ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. യാനി യാനി ഇഹ കർമാണി ഈ സ്വച്ഛന്ത ജന്മഭി ചക്രേ കരോതി കർത്താവ ഹരിസ്ഥാനി ഭ്രുവന്തുന. ആ ഭഗവാൻ സ്വതന്ത്രനായിട്ട് ഏതൊക്കെ തരത്തിലുള്ള അവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്നാണ്. ആ ഏതേത് അവതാരങ്ങൾ എടുത്ത് ഏതേത് കർമ്മങ്ങളാണ് അനുഷ്ഠിച്ചത് അതൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ്. ഇനി ചെയ്യാൻ പോകുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഇനി എടുക്കാൻ പോകുന്നതായിട്ടുള്ള അവതാരങ്ങള്, അതിന്റെയൊക്കെ ലക്ഷ്യം, അതുപോലെ എടുത്ത അവതാരങ്ങളുടെയൊക്കെ ലക്ഷ്യം, അതൊക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്നാണ്. അപ്പൊ അവതാര രീതികൾ ഏതൊക്കെയാണ് അത് പറഞ്ഞു തരാൻ കാരുണ്യം ഉണ്ടാവണേ എന്ന് നിമി മഹാരാജാവ് അപേക്ഷിച്ച സമയത്ത് ദ്രുമിള യോഗീശ്വരൻ മറുപടി പറയുകയാണ്. എന്താ പറഞ്ഞത്? യോവാ അനന്തസ്യ ഗുണാനന്ദമനുക്രമിഷ്യൻ സതുബാലബുദ്ധി രജാംസി ഭൂമേർ ഗണയേൽ കഥഞ്ചിൽ കാലേന നൈവാകില ശക്തിധാമുന. പറയാണ്, ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് മുഴുവൻ വർണ്ണിക്കാൻ ആർക്കാ കഴിയുക? നമ്മൾ നേരത്തെ ദശമസ്കന്ധ അനുസ്മരിക്കുമ്പോ നമ്മൾ പറഞ്ഞതാണ്, 1000 നാവുള്ള, അതായത് 2000 നാവുള്ള അനന്തന് പോലും, 1000 ശിരസ്സുള്ള 2000 നാവുള്ള അനന്തന് പോലും ഭഗവാന്റെ അവതാരങ്ങളെ മുഴുവൻ വർണ്ണിക്കാൻ കഴിയില്ല. അത്രയും അനന്തങ്ങളാണ് ഭഗവാന്റെ ലീലകള് അല്ലേ? എന്താ 2000 നാക്കു കഴുത്തിലുള്ള തണ്ടാർത്തലാക്ഷന്റെ കിടക്ക കൂടി. തണ്ടാർത്തലാക്ഷന്റെ കിടക്കാന്ന് വെച്ച അനന്തനാണ്. ആ അനന്തൻ 2000 നാവ് കൊണ്ട് വർണ്ണിച്ചിട്ടും ഇപ്പോഴും അനന്തങ്ങളായിട്ട് ശേഷിക്കുന്നു ഭഗവാന്റെ അവതാര ലീലകള്. അപ്പൊ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ഭഗവാന്റെ അവതാരങ്ങളെ പൂർണ്ണമായിട്ട് ആർക്കും എണ്ണിത്തടപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ, അവതാരങ്ങൾ, ലീലകളെ എണ്ണിക്കണക്കാക്കാൻ കഴിയും എന്ന് ആഗ്രഹിക്കുന്നവര് ബാലബുദ്ധിയാണ് എന്നാണ്. എന്താ അവർക്ക് വേണ്ടത്ര പക്വതയില്ല കുട്ടികള് അല്ലേ? അതായത് ആലോചനാ ശക്തി ഇല്ലാത്തവനാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം.
നോക്കൂ, ഇവിടെ പറയുകയാണ്, ഒരു വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് അതായത് ഭൂമിയിലെ മൺതരികളെ എണ്ണിക്കണക്കാക്കാൻ കഴിഞ്ഞാൽ, വാസ്തവത്തിൽ ഭൂമിയിലെ മൺതരികളെ ഒന്നും എണ്ണിക്കണക്കാക്കാൻ പറ്റില്ല. അതുപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ, അതിനെ എണ്ണിക്കണക്കാക്കാനൊന്നും പറ്റില്ല. പക്ഷെ നല്ല പ്രയത്നം ചെയ്തിട്ട് ഭൂമിയിലെ മണൽത്തരികളെയും അതുപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും എണ്ണിക്കണക്കാക്കാൻ കഴിഞ്ഞാൽ പോലും അഖില ശക്തികൾക്കും അടിസ്ഥാനമായിരിക്കുന്ന ആ ഭഗവാന്റെ ഗുണങ്ങളെ മുഴുവൻ ആർക്കും വർണ്ണിക്കാനായിക്കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടോ കുറച്ച്, അതായത് പ്രധാനപ്പെട്ടത് കുറച്ച്, അതായത് എനിക്ക് അറിയുന്നത് കുറച്ച് ഞാൻ പറഞ്ഞു തരാം, പ്രസിദ്ധങ്ങളായിട്ടുള്ളത് കുറച്ച് പറയാം എന്ന് പറയുകയാണ്. എന്താ? ആ ഭഗവാൻ ഭൂതേർ യഥാ പഞ്ചവിരാത്മസൃഷ്ടൈ പുരം വിരാജം വിരജയ്യതസ്മിൻ സ്വാംശേനവിഷ്ട പുരുഷാഭിധാനമവാപ നാരായണമാതിദേവ പറയണം. ഇവിടെ ചുരുക്കി പറയാമെന്ന് പറഞ്ഞിട്ട് പഞ്ചഭൂതങ്ങളെ കൊണ്ട് നാനാവിധ ശരീരങ്ങളെ സൃഷ്ടിച്ചിട്ട് അവയിലൊക്കെ ആത്മസ്വരൂപേണ പ്രവേശിക്കുമ്പോഴാണ് പരമാത്മാവായിട്ട് ഭഗവാൻ വിരാട് പുരുഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ വിരാട് പുരുഷാവതാരം ആദ്യം വർണ്ണിക്കുകയാണ്. ആ വിരാട് പുരുഷനിലാണ് ഈ 3 ലോകവും നിലനിൽക്കുന്നത് എന്നാണ്. ആ ത്രൈലോക്യമാകുന്ന ശരീരത്തോട് കൂടിയവനാണ് വിരാട് പുരുഷൻ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ്. ലോകസ്വരൂപത്തിൽ പ്രകടമായിട്ട് തീർന്ന ഭഗവാനെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. അത് നേരത്തെ തന്നെ ആ തൃതീയ സ്കന്ധത്തില് ആ സൃഷ്ടിയെ വർണ്ണിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അങ്ങനെ പ്രപഞ്ചത്തിലെ വിവിധ രൂപങ്ങൾ സ്വീകരിച്ചിരിക്കുന്നവനാണ് വിരാട് പുരുഷൻ എന്നാണ്. ബ്രഹ്മാവ് മുതൽ സർവത്തിലും ചൈതന്യ സ്വരൂപമായിരിക്കുന്നത് ഭഗവാൻ തന്നെ. അങ്ങനെ ബ്രഹ്മാണ്ടമാകുന്ന പുരത്തിൽ വസിക്കുന്നത് കൊണ്ടാണ് പുരുഷൻ എന്ന പേര് ലഭിച്ചത് എന്നൊക്കെയാ പറയുക. ഏതായാലും പിന്നെ അങ്ങനെ ആ വിരാട് പുരുഷനായിട്ട് അവതരിക്കുന്നു ഭഗവാൻ എന്നാണ്. ആ വിരാട് പുരുഷനിൽ നിന്നാണ് ഏൽക്കായേഷ ഭുവനത്രയ സന്നിവേശോ യസ്യേന്ദ്രിയേത്തനുഭൃതാം ഉഭയേന്ദ്രിയാണി ജ്ഞാനം ശ്വസനതോ ഫലമോച ഈഹാസത്വാദിലയോത്ഭവ ആദികർത്താ. അതായത് ജീവജാലങ്ങള് വിരാട് പുരുഷന്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന ജീവജാലങ്ങളുടെ ജ്ഞാനേന്ദ്രിയങ്ങള് കർമ്മേന്ദ്രിയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ വിരാട് പുരുഷന്റെ ഇന്ദ്രിയങ്ങളിൽ നിന്നാണ്. ജീവികൾക്ക് ശരീരബലം, മനഃശക്തി, ഇന്ദ്രിയശക്തി ഇതൊക്കെ കിട്ടുന്നത് വിരാട് പുരുഷനിൽ നിന്നാണ്. ആ വിരാട് പുരുഷനാണ് അപ്പോ എല്ലാ ജീവികളുടെയും അടിസ്ഥാനമായിട്ട് ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എല്ലാ ജീവജാലങ്ങളും വിരാട് പുരുഷന്റെ ദേഹത്തിൽ നിന്ന് ഈ 3 ദേഹത്തിലാണ് ഈ 3 ലോകവും നിലനിൽക്കുന്നത്. ആ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടായിരിക്കുന്നത് വിരാട് പുരുഷന്റെ ഇന്ദ്രിയങ്ങളിൽ നിന്നാണ്. ഇതൊക്കെ ആ തൃതീയ സ്കന്ധത്തിലെ കപിലോപദേശത്തില് വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് എന്നാണ്. ആ പുരുഷന് ഇന്ദ്രിയാപേക്ഷ കൂടാതെ തന്നെ വിരാട് പുരുഷന് ജ്ഞാനമുണ്ട്. ആ വിരാട് പുരുഷന്റെ പ്രാണനിൽ നിന്ന് ദേഹികൾക്കൊക്കെ ദേഹബലവും മനഃശക്തിയും ശരീരചേഷ്ടകളും ഒക്കെ സംഭവിക്കുന്നത് വിരാട് പുരുഷന്റെ പ്രാണശക്തി കൊണ്ടാണ്. ആ ശ്രീനാരായണന്റെ സത്വാദി ഗുണങ്ങൾ കൊണ്ട് സൃഷ്ടിയും സ്ഥിതിയും ലയവും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആദാവഭൂചതൃതി രജസാസ്യ സർഗേ ഉഷ്ണസ്ഥിതോ കൃതുപതിർദ്ധിജധർമ്മസേതോ രുദ്രോപ്യായ തമസാ പുരുഷസ ആദ്യ ഇദ്യുദ്ഭവസ്ഥിതിലയാ സതതം പ്രജാസോ. ആ വിരാട് പുരുഷനാണ് രജോ ഗുണത്തിലൂടെ ബ്രഹ്മാവായിട്ട് തീർന്ന് സൃഷ്ടിക്കുന്നതും സത്വഗുണത്തിലൂടെ വിഷ്ണുവായിട്ട് തീർന്ന് രക്ഷിക്കുന്നതും തമോ ഗുണത്തിലൂടെ രുദ്രനായിട്ട് തീർന്ന് സംഹരിക്കുന്നതും വിരാട് പുരുഷനായിട്ട് ഭഗവാൻ തന്നെയാണ്. ഈ ആദിനാരായണൻ എന്ന് പറയുന്നതും ഈ വിരാട് പുരുഷനെ തന്നെയാണ്. ആ വിരാട് പുരുഷനെ ആ ഭഗവാനാണ് പലവിധ അവതാരങ്ങളും സ്വീകരിക്കുന്നത് ലോകത്തില് ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ആ അവതാരങ്ങൾ ഏതൊക്കെയാണ് എന്നാണെങ്കിൽ ധർമ്മസ്യ ദക്ഷദുഹിതജ്യ ജനിഷ്ടമൂർത്തിയ അജനിഷ്ടമൂർത്തിയ നാരായണോ നരഋഷി പ്രബല പ്രശാന്ത നൈഷ്കർമ്മ്യ ലക്ഷണം ഉപാചാരകർമ്മ ഋഷിവൈദ്യ നിഷേപിതാംഗ്രേ. അറിയണം, ദക്ഷപ്രജാപതിയുടെ പുത്രി, അതായത് ദക്ഷപ്രജാപതിയുടെയും ദക്ഷപുത്രിയായിട്ടുള്ള മൂർത്തിയുടെയും പുത്രന്മാരായിട്ട് ഭഗവാൻ നരനാരായണന്മാരായിട്ട് അവതരിച്ചു എന്നാണ്. അപ്പൊ ധർമ്മ പ്രജാപതിയുടെയും ദക്ഷപുത്രിയായിട്ടുള്ള മൂർത്തിദേവിയുടെയും പുത്രന്മാരായിട്ടാണ് ഭഗവാൻ നരനാരായണ സ്വരൂപനായിട്ട് അവതരിക്കുന്നത്. മോക്ഷപ്രാപ്തിക്ക് തടസ്സങ്ങളായിട്ടുള്ള കർമ്മവാസനകളെ, ഞാൻ നരനാരായണ അവതാരത്തിന്റെ ആ ലക്ഷ്യം എന്താണ്? മോക്ഷപ്രാപ്തിക്ക് തടസ്സങ്ങളായിട്ടുള്ള കർമ്മവാസനകളെ നശിപ്പിക്കുന്ന നിഷ്കാമ കർമ്മത്തെ നാരദ മഹർഷിക്ക് ഉപദേശിക്കുകയാണ് ചെയ്തത്. എന്നിട്ടോ ഉപദേശിക്കുക മാത്രമല്ല, സ്വയം ആചരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോഴും ആചരിച്ചു കൊണ്ടിരിക്കുക. തപസ് ചെയ്തിട്ട് മനസ്സിലെ കർമ്മവാസനകളെയൊക്കെ നശിപ്പിക്കാൻ പറ്റും എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇന്നും തപസ്സികളായിട്ട് കഴിയുകയാണ്.
ഇപ്പോ നരനാരായണന്മാര് തപസ് ചെയ്യുന്നത് കണ്ടപ്പോ ഈ ഇന്ദ്രനൊരു സംശയം തോന്നി. എന്താ, തന്റെ പദവി അപഹരിക്കാൻ വേണ്ടി ആയിരിക്കോ ഇവരുടെ തപസ് എന്ന് ഇന്ദ്രൻ ശങ്കിച്ചു എന്നാണ്. എപ്പോഴും ഇന്ദ്രൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആരെങ്കിലും ഈശ്വരനെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്റെ സ്ഥാനം തട്ടിയെടുക്കാനാണെന്ന് അയാൾ വിചാരിക്കുക. എപ്പോഴും അങ്ങനെ ഈ അധികാരമോഹികൾ എപ്പോഴും അവര് മറ്റുള്ളവരെക്കാൾ തന്റെ മനസ്സിലെ ഭാവം കൊണ്ടേ കാണുള്ളൂ എന്നാണ്. ഇപ്പൊ നോക്കൂ, എവിടെ ഈ പുരാണങ്ങളിലൊക്കെ ഇന്ദ്രനെ അത്ര നല്ലതായിട്ടൊന്നുമല്ല ചിത്രീകരിക്കുക. ഈ ആ മോഹത്തിന്റെ എപ്പോഴും ഈ കർമ്മത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഇന്ദ്രൻ വിചാരിച്ച് നരനാരായണന്മാര് തപസ് ചെയ്യണത് തന്റെ സ്ഥാനം തട്ടിയെടുക്കാനാണ് എന്ന് വിചാരിച്ചിട്ട് ഇന്ദ്രനോ ആ തപസ് അളക്കാനായിട്ട് ആ സ്വർഗലോകത്തിലുള്ള കുറച്ച് ആ അപ്സര സ്ത്രീകള്, അതുപോലെ തന്നെ ആ കാമദേവൻ, വസന്തം, മലയമാരുതൻ ഇവരെയൊക്കെ നരനാരായണന്മാരുടെ ആശ്രമത്തിലേക്ക്, അവരുടെ സമീപത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ഇപ്പോ ഇന്ദ്രാനുചരന്മാരായിട്ടുള്ള അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. നരനാരായണന്മാരില് പലതരത്തിലുള്ള ചേഷ്ടകളെ കാണിച്ചിട്ട് അവരുടെ മനസ്സിനെ ഇളക്കിയിട്ട് തപസ്സിൽ നിന്ന് ഭ്രംശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് പഠിച്ച പണി 18 നോക്കി. എന്നിട്ടും ആ നരനാരായണന്മാരുടെ തപസ്സിനെ ഭ്രംശിപ്പിക്കാൻ, നാരായണ മഹർഷിയുടെ തപസ്സിനെ ഭ്രംശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവര് തങ്ങളുടെ ഈ പ്രയോഗം ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോ അവര് വല്ലാണ്ട് ഭയപ്പെടാൻ തുടങ്ങി. എന്താ, ഈ നാരായണ മഹർഷി ചിലപ്പോ ശപിക്കുവോ എന്നാണ് അവര് പേടിച്ചത് എന്നാണ്. അപ്പോഴാണ് നാരായണ മഹർഷി ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ അവരോട് പറഞ്ഞു, അല്ലയോ കാമദേവ, അപ്സര സ്ത്രീകളെ, വസന്തമേ, മലയമാരുത, നിങ്ങൾ ഭയപ്പെടണ്ട. ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വന്ന് നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. അതുകൊണ്ട് അതിഥികളായിട്ട് നിങ്ങൾ എന്റെ സൽക്കാരം സ്വീകരിച്ച് ഈ ആശ്രമത്തെ നിങ്ങൾ ധന്യമാക്കി തീർക്കണം എന്ന് പറഞ്ഞ് വേണ്ടതുപോലെ അവരെ സ്വീകരിക്കുകയാണ്. ഇത് കേട്ടപ്പോ ലജ്ജിതകളായിട്ട് തീർന്നു കാമദേവന്റെ ആ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ. അവര് പറയാണ്, അല്ലയോ മഹർഷി, അങ്ങയുടെ ഈ ഭാവം ആദാഭവു ചതതി രജസാസിസർഗേ വിഷ്ണു, അതായത് ഇവിടെ പറയണ ഇന്ദ്രു വിജ്ഞായ ചക്രകൃതമക്രമം ആദിദേവ പ്രാഹപ്രഹസ്യഗത വിസ്മയ യജമാനാൻ മാ വൈഷ്ഠഭോ മദന മാരുത ദേവബദ്ധോ ഗൃഹീതമനോ ബലിമശൂന്യമിമം ഗുരുധ്വം. ഇപ്പോ നിങ്ങൾ ഞങ്ങളുടെ ആ ആശ്രമത്തില് അതിഥികളായിട്ട് വന്നതല്ലേ, ഏതായാലും ഞങ്ങളുടെ സൽക്കാരമൊക്കെ സ്വീകരിച്ച് ഈ ആശ്രമത്തെ ധന്യമാക്കി തീർക്കൂ എന്ന് പറഞ്ഞ് അവരെ സൽക്കരിച്ച സമയത്ത് ഇപ്പോ ആ കാമദേവന്റെ കൂടെ വന്ന ഇന്ദ്രന്റെ അനുചരന്മാർക്ക് പേടിയാവുക ചെയ്തത്. കാരണം ഇനി ഇവര് ചിലപ്പോ ശപിച്ചാലോ. അവരെന്താ ചെയ്തത്? ഇത്തം ഭ്രുവത്യ ഭയതേ നരദേവദേവ സംപ്രീഡനമ്ര ശിരസംഘനന്ദമോജു നൈതൽ വിഭോ. ഇവിടെ ആ അഭയത്തെ കൊടുക്കുന്ന ആ ദേവൻ, അല്ലെങ്കിൽ ആ നാരായണ മഹർഷി ഇങ്ങനെ പറഞ്ഞപ്പോ മന്മഥൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാര് ലജ്ജ കൊണ്ട് തലതാഴ്ത്തി എന്നാണ്. എന്താ, അതായത് അവർക്ക് ഇപ്പോ അവരുടെ കോപം കൊണ്ട് ശപിക്കുന്ന വിചാരിച്ചത്. പക്ഷെ ശപിക്കുകയല്ല, അവര് ഞങ്ങളുടെ ആശ്രമത്തിലെ അതിഥികളല്ലേ നിങ്ങള്, അതുകൊണ്ട് നിങ്ങള് ഞങ്ങളുടെ ആ സൽക്കാരമൊക്കെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അവരെ സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിക്കുകയുണ്ടായത്. ഇത് കേട്ടപ്പോ അവര് ശരിക്കും എന്താ, ആ ആത്മാരാമന്മാരെ ആരാധിക്കപ്പെടുന്ന പാതാരവിന്ദങ്ങളോടുകൂടിയ ഭഗവാനെ, ആ ഞങ്ങളുടെ ചേഷ്ടകളെ കൊണ്ട് അവിടത്തേക്ക് വികാരമൊന്നും ഉണ്ടായില്ല. അത് മാത്രമല്ല, വികാരം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തപസ്സിളക്കാൻ വന്ന ഞങ്ങളോട് അങ്ങ് കോപിച്ചതുമില്ല. അതൊരു ആശ്ചര്യമായിട്ട് കാണണ്ട എന്ന് പറയുകയാണ്. എന്താ, അവിടുത്തെ ആ കാരുണ്യം തന്നെയാണ്. ഇപ്പോ ഇപ്പൊ ഞങ്ങളോട് കോപം തോന്നാത്തതിലും അങ്ങയ്ക്ക് ആ ഞങ്ങളുടെ ചേഷ്ടകളെ കൊണ്ട് വികാരം ഉണ്ടാവാത്തതിലും ആശ്ചര്യമില്ല. നിന്തിരിപടിയെ സേവിക്കുന്നവർക്ക് ദേവന്മാര് ആ പല തരത്തിലുള്ള ആ തടസ്സങ്ങളും ചെയ്യുന്നതാണ്. കാരണം ഈ ദേവന്മാര് ഭഗവാനെ ആശ്രയിക്കുന്ന ആളുകളോട് കുറച്ച് അസൂയുള്ള കൂട്ടരാണ്. കാരണം എന്താണെന്ന് വെച്ചാല്, ഈ ഭഗവാനെ ആശ്രയിച്ച് ഭക്തി വളർത്തി ഭഗവാനെ ആശ്രയിച്ച ആളുകൾ, ആ ഭക്തന്മാരൊക്കെ മുക്തന്മാരായിട്ട് തീരും. ഈ ദേവന്മാർക്ക് മുക്തിയില്ല. ദേവന്മാര് സ്വർഗലോകത്തിൽ തന്നെ ഇരിക്കാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാലോ സ്വർഗലോകത്ത് അവര് അനുഭവിച്ച പുണ്യത്തിന്റെ ആ സ്റ്റോക്ക് കഴിഞ്ഞാല് അവർക്ക് കീഴ്പ്പെട്ട് പതിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഭക്തി കൊണ്ട് കർമ്മവാസനകളെ നശിപ്പിക്കുന്ന ഭക്തന്മാരോ ഭഗവാനെ ആശ്രയിച്ച് മുക്തന്മാരായിട്ട് തീരുകയാണ് പതിവ്. അതുകൊണ്ട് അവരുടെ മുക്തിക്ക് പല തടസ്സങ്ങളും ഈ ദേവന്മാര് സൃഷ്ടിക്കും. പക്ഷെ ദേവന്മാരെ ആരാധിക്കുന്ന, യജ്ഞങ്ങളെ കൊണ്ട് ദേവന്മാരെ ആരാധിക്കുന്നവർക്ക് തടസ്സമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവർക്ക് ഭക്തന്മാർക്ക് തടസ്സങ്ങൾ പലതും ഉണ്ടാക്കി തീർക്കും. കാരണം ഭക്തന്മാരെ മുക്തിയിലേക്ക് എത്തിക്കാൻ ദേവന്മാർ ഇഷ്ടപ്പെടില്ല. അവര് ഞങ്ങളെക്കാളും മുമ്പേ അവിടെ എത്തൂല്ലോ എന്ന് ഉള്ള ഒരു അസൂയാണ് എന്നാണ്. പക്ഷെ ഭക്തന്മാരാണെങ്കിലോ ആ തരത്തിലുള്ള ദേവന്മാരുടെ സകല വിഘ്നങ്ങളെയും അതിജീവിക്കുക. അവര് ശരിക്കും ആ വിഘ്നങ്ങളുടെ തലയിൽ ചവിട്ടിയിട്ട് ആ പരമലക്ഷ്യത്തിലേക്ക് വധിക്കും. ഇപ്പോ ധ്രുവൻ
ഭഗവാൻ വിമാനം കൊടുത്തയച്ചപ്പോ മൃത്യുവിന്റെ തലയിൽ ചവിട്ടിയിട്ട് ആ പരമപദത്തിലേക്ക് ഉയർന്നു എന്ന് നമ്മൾ കേട്ടില്ലേ? അതുപോലെയാണ് ഭക്തന്മാരുടെയൊക്കെ അവസ്ഥ. അവർക്ക് വന്നതായിട്ടുള്ള തടസ്സങ്ങളെ ഒക്കെ ശരിക്കും തട്ടി മാറ്റിയിട്ട് പരമഗതിയെ പ്രാപിക്കാനായിട്ട് അവര് ഉയരണമെന്ന് പറയുകയാണ്. ത്രികാല ഗുണമാരുത ജയിക്ക് ചൈജ്ഞാനസ്മാന ഭാരജലധീനതിരീതിയിൽ ക്രോധസ്യാന്തി വിപുലസ്യ വശം പദേകോ മർജന്തി തുത്തരതപച്ച മൃതോത്സൃജന്തി. പറയണം ഭഗവാനെ, ഇപ്പോ ആ പല ഋഷിമാരും വിശപ്പ്, ദാഹം, തണുപ്പ്, ചൂട്, മഴ, കാറ്റ്, സ്വാദുള്ള പദാർത്ഥങ്ങളിലുള്ള ആഗ്രഹം, അതുപോലെ തന്നെ സ്ത്രീസുഖം എന്നീ രൂപത്തിലുള്ളവയും സമുദ്രം പോലെ അപാരങ്ങളുമായ തടസ്സങ്ങളെ തരണം ചെയ്തിട്ടും ഇതൊക്കെ അവര് തടസ്സം ചെയ്യുന്ന, അതായത് അതിക്രമിക്കുന്നുണ്ട്. ആ ശരീരത്തിന്റെ ദ്വന്ദ്വാനുഭവങ്ങൾ, വിശപ്പ്, ദാഹം, ചൂട്, തണുപ്പ്, മഴ, കാറ്റ്, അതുപോലെ തന്നെ സ്വാദുള്ള പദാർത്ഥങ്ങളിലുള്ള ആഗ്രഹം, സ്ത്രീസുഖം, ഈ രൂപത്തിലുള്ള അപാരങ്ങളായിട്ടുള്ള തടസ്സങ്ങളെ തരണം ചെയ്തിട്ടും അവസാനം അവര് കോപത്തിന് അടിമപ്പെട്ടിട്ട് അതുവരെ ചെയ്ത തപസ്സിന്റെ പ്രയോജനമാകുന്ന ആ ഏകാഗ്രത, ചിത്തത്തിന്റെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്താറുണ്ട്. അപ്പൊ കോപത്തെ ജയിക്കാൻ വല്ലാത്ത പ്രയാസമാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പോ അങ്ങനെയുള്ള കോപത്തെ ജയിക്കാൻ പ്രയാസമായിട്ടുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് തെല്ലുപോലും കോപം വന്നില്ലല്ലോ എന്നാണ് ഇപ്പോ കാമദേവന്റെ ആളുകൾ പറയണത്. ഇങ്ങനെ സ്തുതിച്ച കാമദേവനും പരിവാരങ്ങൾക്കും ആ നാരായണ മഹർഷി തന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ചില സ്ത്രീകളെ കാണിച്ചു കൊടുത്തു എന്നാണ്. എന്താ, ലക്ഷ്മി ദേവിയെ പോലെ സുന്ദരികളായിട്ടുള്ള അനവധി സ്ത്രീകളുടെ മധ്യത്തില് ശരിക്ക് നിസ്സംഗനായിട്ടിരുന്ന് തപസ് ചെയ്യുകയാണ് നാരായണ മഹർഷി. അപ്പോഴാണ് അവർക്ക് തോന്നിയത്, ആ സ്ത്രീകളെ കണ്ടപ്പോഴേ ആ ദേവസ്ത്രീകൾക്ക് തോന്നി, നമ്മുടെ സൗന്ദര്യമൊക്കെ ശരിക്കും വളരെ നിസ്സാര, തുച്ഛമായിട്ടുള്ള നമ്മളുടെ ഈ സൗന്ദര്യം കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ മയക്കാൻ ശ്രമിച്ചില്ലേ എന്ന് വിചാരിച്ച് അവർ ലജ്ജിച്ച് തലതാഴ്ത്തി എന്നാണ്. അങ്ങനെ നാരായണ മഹർഷി അവരെ വേണ്ടതുപോലെയൊക്കെ സൽക്കരിച്ചിട്ട് അവർക്കൊരു സമ്മാനവും കൊടുത്തു. നാരായണ മഹർഷി അവർക്ക് സമ്മാനിച്ച പരമസുന്ദരിയായിട്ടുള്ള ഉർവശിയോട് കൂടിയാണ് കാമദേവനും കൂട്ടരും സ്വർഗലോകത്തേക്ക് തിരിച്ചു പോയത് എന്നാണ്. ആ തന്റെ ഊരുവിലൊന്ന് അടിച്ചു നാരായണ മഹർഷി എന്നാണ്. അപ്പോഴാണ് ആ ഉർവശി അതിൽ നിന്നുണ്ടാവുന്നത് നല്ല സുന്ദരിയായിട്ട് എന്നാണ്. അപ്പൊ ഇപ്പൊ ആ ഉർവശി ഇപ്പോ ആ കാമദേവന്റെ ആളുകളുടെ കൂടെ സ്വർഗലോകത്തേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഇപ്പൊ ഉർവശി സ്വർഗലോകത്തിൽ എത്തിയത് എന്നാണ്. അങ്ങനെ എല്ലാ അപ്സര സ്ത്രീകളുടെ ഒക്കെ നായികയായിട്ട് മാറുകയാണ്. ഇപ്പൊ ഇവിടെ ആ നാരായണ മുനിയുടെ തപസ്സിന്റെ പ്രഭാവത്തെ കുറിച്ച് കേട്ടിട്ട് ഇന്ദ്രൻ ആശ്ചര്യപ്പെടുകയും പിന്നെ ഭയപ്പെടുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ നരനാരായണ അവതാരത്തെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ ഉള്ള അവതാരങ്ങളെ കുറിച്ച് ഒന്ന് സ്മരിക്കുകയാണ് എന്നാണ്. എന്താ പിന്നെ അതായത് ആ കഠിനമായിട്ടുള്ള തപസ് ചെയ്ത് ശക്തി നേടിയാലും ക്രോധത്തിന്റെ പൊടിയിൽപ്പെട്ടു പോകുന്ന ആ ചില ആളുകളൊക്കെ ഉണ്ട് അല്ലെ, അവരുടെ തപശക്തി കോപം കൊണ്ട് നിഷ്ഫലമാക്കി തീർക്കും. ഇപ്പോ ആ തപസ് വാസ്തവത്തിൽ മോക്ഷത്തിനുള്ളതാണ്. അത് ഈ കോപം എന്ന വികാരത്തെ ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിനെ അടിമപ്പെട്ടിട്ട് അവരുടെ തപസ്സിന്റെ ശക്തി മുഴുവൻ നശിപ്പിക്കുകയാണ്. അത് പരദ്രോഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് പാഴാക്കുകയാണ്. അങ്ങനെ അത് തപസ് ചെയ്ത് ക്രോധത്തെ ജയിക്കുകയാണ് വേണ്ടത് എന്ന് ഇപ്പൊ നരനാരായണ ഋഷിമാരിലൂടെ ഇവർക്കും ബുദ്ധിയായി എന്ന് കാണിച്ചു തരികയാണ്. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു, ഇപ്പോ ഇനി ഇനി അടുത്തുള്ള അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. കംസസ്വരൂപ്യവതച്യുത ആത്മയോഗം ദത്തകുമാര ഋഷഭോ ഭഗവാൻ പിതാന കൃഷ്ണശിവായ ജഗതാം കരയാവതീർണ തേനാകൃത മധുപിതാ ശ്രുതയോഹയാസ്യേ. ഹംസസ്വരൂപേണ അവതരിച്ച് ഭഗവാൻ സനകാദികൾക്ക് യോഗത്തെ ഉപദേശിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ദത്താത്രേയനായിട്ടും സനൽകുമാരനായിട്ടും ഞങ്ങളുടെ പിതാവായിട്ടുള്ള ഋഷഭദേവനായിട്ടും ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് എന്നാണ്. അതിനുശേഷം പിന്നെ ഹയഗ്രീവാവതാരം സ്വീകരിച്ചിട്ട് ഹയഗ്രീവനായിട്ട് അവതരിച്ച് മത്സ്യാവതാരത്തില് ഹയഗ്രീവനായിട്ട് അവതരിച്ചു. ആ മധുകൈടവന്മാരുടെ ആ ഭാവത്തെ സംഹരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ മത്സ്യാവതാരത്തില് പിന്നെ ഹയഗ്രീവാവതാരം സ്വീകരിച്ച മധു എന്ന അസുരനെ സംഹരിച്ചിട്ട് ആ അസുരൻ അപഹരിച്ചു കൊണ്ടുപോയ വേദങ്ങളെ കൊണ്ടെടുത്തു കൊടുത്തു എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ ഭൂപതോപ്യയെ മനുരുള്ള വിഷതയഷ്ടമാസ്യേ കൗഡേഹതോ വിജിത ഉദ്ധരതാംബസ്മാം കൗർമേ യഥോധൃ അമൃതോൾ മദനേ സ്വപൃഷ്ടേ ഗ്രഹാപ്രഭന്നമിപരാജം അമുഞ്ചതാർത്ഥം. പിന്നെ ഭഗവാൻ മത്സ്യസ്വരൂപത്തിൽ അവതരിച്ചു എന്നാണ്.
ഇപ്പോ ആ ഹയഗ്രീവ സ്വരൂപത്തിൽ അവതരിച്ചു. അത് കഴിഞ്ഞ് മത്സ്യാവതാരത്തില് വൈവസ്വത മനുവിനെയും ഭൂമിയെയും ധാന്യങ്ങളെയും രക്ഷിച്ചു. പിന്നെ വരാഹാവതാരം സ്വീകരിച്ച് ഭൂമിയെ രസാതല ലോകത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഉയർത്തിക്കൊണ്ടുവന്ന് ആ സമയത്ത് യുദ്ധത്തിന് വന്ന ഹിരണ്യാക്ഷനെ, ആ ദിതിയുടെ പുത്രനായിട്ട് ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിച്ചു. അമൃതമദനത്തിൽ താണുപോയ മന്ദരപർവ്വതത്തെ കൂർമാവതാരം സ്വീകരിച്ച് സമുദ്രത്തിൽ നിന്ന് ഉയർത്തിയെടുത്ത് തന്റെ പൃഷ്ഠത്തിൽ ധരിച്ചു താങ്ങി നിർത്തി. പിന്നെ ആർത്തനും തന്നെ ശരണം പ്രാപിച്ചവനുമായ ആ ഇന്ദ്രദ്യുമ്നൻ എന്ന ഗജശ്രേഷ്ഠനെ അല്ലെ, അതായത് ആ ഗജേന്ദ്രനെ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു ഭഗവാൻ എന്നാണ്. അത് കഴിഞ്ഞ് സംതുന്നതോബ്ധിപതിതാൻ ശ്രവണാൻ ഋഷിച്ച ചക്രം ച വൃത്രവതമസി പ്രവിഷ്ടം ദേവസ്ത്രീയോ അസുരഗൃഹേ പിഹിത അനാഥ യജ്ഞേ സുരേന്ദ്രം അഭയായ തഥാ കശ്യപ പ്രജാപതിയുടെ യാഗം നടത്തി എന്നാണ്. ആ കശ്യപ പ്രജാപതിയുടെ യാഗത്തിന് ചമത കൊണ്ടുവന്നിരുന്ന ബാലകില്യ ഋഷിമാര്, അവര് ഈ തള്ളവരന്റെ വലിപ്പം മാത്രമേ ഉള്ളൂ അവരുടെ ശരീരത്തിന് എന്നാണ് പറയുക. അവര് ഒരു കുഴിയിലെ വെള്ളത്തിൽ വീണ് വിഷമിച്ച് സ്തുതിച്ച സമയത്ത് ഭഗവാൻ അവതരിച്ച് അവരെ രക്ഷിച്ചു. പിന്നെ വൃത്രാസുര വധം കൊണ്ട് ബ്രഹ്മഹത്യാപാപം ബാധിച്ച് ഇന്ദ്രനെ രക്ഷിക്കാനും അസുരന്മാരെ തടവിലാക്കിയ ദേവസ്ത്രീകളെ രക്ഷിക്കാനുമായിട്ട് ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ നരസിംഹാവതാരം സ്വീകരിച്ചിട്ട് നരസിംഹാവതാരത്തില് ഹിരണ്യകശിപുവിനെ കൊന്ന് സജ്ജനങ്ങളുടെ ഭയത്തെ തീർത്ത് അനുഗ്രഹിച്ചു ഭഗവാൻ എന്നാണ്. അത് കഴിഞ്ഞ് ദേവാസുരേ യുധിച്ച ദൈത്യപതിൻ സുരാർത്ഥേ തത്വാന്തരേഷു ഭുവനാൽ കലാഭി ഭൂത്വാദവാമന ഇമാം അഹരദ്ധലേക്ഷ്മാം യജ്ഞാചലേന സമതാൽ അതിദേസുദേഭ്യാം പറയാണ്. അത് കഴിഞ്ഞ് ദേവാസുര യുദ്ധത്തില് ദേവന്മാരെ സഹായിക്കാനും അസുരന്മാരെ സംഹരിക്കാനുമായിട്ട് ഭഗവാൻ അവതരിക്കാറുണ്ട്. വാമനാവതാരം സ്വീകരിച്ച് ഭഗവാൻ മഹാബലിയിൽ നിന്ന് 3 അടി പ്രദേശം യാചിച്ചു. പിന്നെ ആ പരശുരാമനായിട്ട് ഭാർഗവാഗ്നി സ്വബ്ധിം ത്വബന്ധ ദശഭക്തമഹൻസലങ്കം സീതാപതിർജയതി ലോകം അലഗ്നകീർത്തി പറയാണ്. പിന്നെ ആ പരശുരാമ സ്വരൂപത്തിൽ അവതരിച്ച ഭഗവാന്റെ മഹാത്മ്യങ്ങളെ വർണ്ണിക്കുക. പരശുരാമനായിട്ട് അവതരിച്ച് 21 പ്രാവശ്യം ദുഷ്ടക്ഷത്രിയന്മാരെ സംഹരിച്ചു ഭഗവാൻ. പിന്നെ സമുദ്രത്തില് സേതു ബന്ധിച്ച് സ്വബ്ധിംബന്ധ ദശഭക്തമഹൻസലങ്കം സീതാപതിർജയതി ലോകമലഗ്നകീർത്തിയാണ്. പിന്നെ ഭഗവാൻ സമുദ്രത്തിൽ സേതു ബന്ധിച്ച് രാവണാദി രാക്ഷസന്മാരെ സംഹരിച്ച് സീതാവല്ലഭനായിട്ട് ശ്രീരാമചന്ദ്രൻ ലോകത്തിന്റെ മുഴുവൻ പാപത്തെ നശിപ്പിക്കുന്ന കീർത്തിയോട് കൂടിയിട്ട് വഴങ്ങിക്കൊണ്ടിരിക്കണോ എന്ന് പറയുകയാണ്. ഈ ശ്രീരാമാവതാര കാലത്താണ് ഈ നിമിയും നവയോഗികളും തമ്മിലുള്ള സംവാദം നടന്നത് എന്നാണ് പറയുക. അതുകൊണ്ട് ബാക്കി അവതാരങ്ങള് ഭാവിയിൽ സംഭവിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇനി വർണ്ണിക്കാനായി കൊണ്ടുപോണത്. ഇങ്ങനെ ഭൂമേധരാവതരണായ യദുഷ്വജന്മ ജാതക്കരിച്ചിത് സുരൈരവി ദുഷ്കരാണി പാതേര് വിമോഹേതി യജ്ഞകൃതോദർഹാൻ ശൂദ്രാൻ കലോ ചിതിഭുജോ നിശന്തേ. ഇവിടെ പറയുകയാണ്, ഈ അധർമ്മികളിൽ നിന്ന് ഭൂമിക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഭാരം തീർത്ത് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ബലരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും അവതരിച്ച് ദേവന്മാർക്ക് പോലും കഴിയാത്ത പല ലീലകളും ചെയ്യുന്നതാണ്. അപ്പൊ ബലരാമാവതാരവും ശ്രീകൃഷ്ണാവതാരവും ഒക്കെ ഇനി വരുണോ എന്നുള്ള ഭാവത്തിലാണ് ഇവിടെ നവയോഗികള് നിമിക്ക് പറഞ്ഞു കൊടുക്കുമ്പോ പറയണത്. കാരണം ഈ രാമാവതാര കാലത്താണ് നിമിയും നവയോഗികളും തമ്മിലുള്ള സംവാദം നടന്നത്. അപ്പൊ രാമാവതാരത്തിന് ശേഷം നടന്ന സംഭവങ്ങളൊക്കെ ഇനി സംഭവിക്കാൻ പോണതായിട്ടാണ് വർണ്ണിക്കുന്നത് എന്നാണ്. ഇനി എങ്ങനെയാ ബലരാമനായിട്ടും കൃഷ്ണനായിട്ടും ഭൂമിക്ക് ഭാരഭൂതന്മാരായിട്ട് അധർമ്മികളായിട്ട് രാജാക്കന്മാര് ധാരാളം ഉണ്ടായപ്പോ ആ ഭൂമിയുടെ ഭാരം തീർത്ത് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ബലരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും അവതരിച്ചിട്ട് ദേവന്മാരുടെ മനസ്സുകൊണ്ട് പോലും ഊഹിക്കാൻ കഴിയാത്ത പല അത്ഭുത കർമ്മങ്ങളും ലീലകളും ഭഗവാൻ ചെയ്തത് എന്ന് പറയുകയാണ്. നമ്മള് ദശമസ്കന്ധം പഠിക്കുന്ന സമയത്ത് അനുസ്മരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊക്കെ അനുസ്മരിച്ചതാ. ഭഗവാന്റെ ആ ലീലകളും ആ മഹാത്മ്യങ്ങളും ഒക്കെ വളരെ വലുതാണെന്ന് ദേവന്മാർക്ക് പോലും മനസ്സുകൊണ്ട് വിചാരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ശ്രീകൃഷ്ണ സ്വരൂപത്തിൽ ഭഗവാൻ അവതരിച്ചിട്ട് ചെയ്തത് എന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇനി ഭഗവാൻ ബുദ്ധ ഈ അവതാരങ്ങളെ കുറിച്ചൊക്കെ ആദ്യം തന്നെ തുടക്കത്തിലേ പറയുന്നുണ്ട്. അതായത് ആ പ്രഥമസ്കന്ധത്തില് 3-ാമത്തെ അധ്യായത്തില് ഈ അവതാരങ്ങളെ കുറിച്ചിട്ടുള്ള വർണ്ണിക്കുക. ആ 23 അവതാരങ്ങളെ കുറിച്ച് അവിടെ വർണ്ണിക്കുന്നുണ്ട് എന്നാണ്.
വിരാട് പുരുഷൻ മുതൽ ഇപ്പൊ ഈ കൽക്കി വരെയുള്ള അവതാരങ്ങൾ 23 അവിടെ വർണ്ണിക്കുന്നുണ്ട്. ഭാഗവതത്തിൽ പൊതുവെ ഭഗവാന്റെ അവതാര ലീലകളെ കുറിച്ച് തന്നെ വർണ്ണിക്കുക. അത് എത്ര അനവധിയായിട്ട് വർണ്ണിക്കുന്നുണ്ട്. എന്തിനാ ഈ അവതാര ലീലകളൊക്കെ വർണ്ണിക്കുന്നത് എന്നാണെങ്കിൽ ആ അവതാര ലീലകളിലൂടെ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ച് ആ മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് ആ മനസ്സിൽ ഭക്തിജ്ഞാനങ്ങളെ ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഇനി ബലരാമനായിട്ടും കൃഷ്ണനായിട്ടും അവതരിച്ചിട്ട് ദേവന്മാർക്ക് പോലും ഊഹിക്കാൻ കഴിയാത്ത പല പല വീരകൃത്യങ്ങളും അങ്ങനെ ചെയ്ത് ഭൂമിയുടെ ഭാരത്തെ നശിപ്പിക്കും ഭഗവാൻ. അത് കഴിഞ്ഞ് പിന്നീട് സംഭവിക്കുന്ന അവതാരമാണ് ബുദ്ധാവതാരം എന്നാണ്. അത് നമ്മൾ പറയുന്ന ബുദ്ധനല്ല കേട്ടോ. ഏതാ ബുദ്ധാവതാരം എന്നാണെങ്കിൽ അതിനൊരു താല്പര്യമുണ്ട്. യാഗത്തിന് അർഹരല്ലാത്ത ആ അസുരന്മാരെ അവരാണ് ഈ ത്രിപുരന്മാര് എന്നാണ്. അവരൊരുപാട് വൈദിക കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല കേമന്മാരായി. വാസ്തവത്തിൽ അവര് യാഗത്തിന് അർഹന്മാരൊന്നും അല്ല, ആസുരിക പ്രകൃതികളാണ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരെ ആ ത്രിപുരന്മാരെ വാദങ്ങളെ കൊണ്ട് മയക്കി വേദമാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ബുദ്ധാവതാരം എന്നാണ്. അങ്ങനെ ബുദ്ധനായിട്ട് ഭഗവാൻ അവതരിച്ചിട്ട് ഈ ത്രിപുരന്മാരെ ആ ഓരോ തരത്തിലുള്ള വാദങ്ങളെ കൊണ്ട് മയക്കിയിട്ട് വേദമാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞ് കലിയുഗത്തിന്റെ അവസാനത്തില് കൽക്കിയായിട്ട് അവതരിച്ച് അധർമ്മികളായിട്ടുള്ള ആളുകളെയൊക്കെ രാജാക്കന്മാരെയൊക്കെ കൊല്ലുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇനി സംഭവിക്കാൻ ഇപ്പൊ ബലരാമാവതാരവും ശ്രീകൃഷ്ണാവതാരവും സംഭവിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇനി സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ളതാണ് ഈ ബുദ്ധാവതാരവും കൽക്കി അവതാരവും എന്നാണ്. അത് രണ്ടും ആയിട്ടില്ല, ആവാൻ പോണതേ ഉള്ളൂ എന്നർത്ഥം. അപ്പൊ ബുദ്ധാവതാരവും കൽക്കിയാവതാരവും ഇനി സംഭവിക്കാൻ പോണതാണെന്നാണ് ഇവിടെ പറയുന്നത്. അത് നേരത്തെയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രഥമ സ്കന്ധത്തിൽ എന്നാണ്. അപ്പൊ ഇവിടെ ആ കൽക്കിയായിട്ട് അവതരിച്ച അധർമ്മികളെയൊക്കെ കൊല്ലും ഭഗവാൻ. ഇങ്ങനെ ഭഗവാന്റെ അവതാരങ്ങള് ഏവം വിധാനി കർമാണി ജന്മാനി ജഗത്പദേ ഭൂരീനി ഭൂരിയശസോ വർണ്ണിതാനി മഹാഭുജാം. അങ്ങനെ ഭഗവാന്റെ ആ അവതാര ലീലകള് ഇപ്രകാരം അനേകം ജന്മങ്ങളും കർമ്മങ്ങളും ഞാൻ വർണ്ണിച്ചു തന്നു. ഇത് അനവധിയാണ്, അത് മുഴുവൻ വർണ്ണിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറയുകയാണ്. അതാണ് ആ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഭൂമിയിലെ മണ്ഡരികള് അസംഖ്യങ്ങളല്ലേ, ആർക്കും അതിനെ എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. എന്നാൽ ഭൂമിയിലെ മണ്ഡരികളെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ഒരുപക്ഷെ എണ്ണിക്കണക്കാക്കാൻ കഴിഞ്ഞാൽ കൂടി ഭഗവാന്റെ അവതാരങ്ങളെ ആ ലീലകളെ കുറിച്ച് ആർക്കും കണക്കാക്കാൻ പറ്റില്ല എന്നാണ്. നോക്കൂ എത്ര ഭക്തന്മാരാണ് ഇപ്പൊ ഭാഗവതത്തിലൂടെ സപ്താഹത്തിന്റെ അവിടേക്ക് എത്രയൊക്കെ നടക്കണം. ഇപ്പോ ഈ മഹാമാരി വന്നതിന്റെ പശ്ചാത്തലത്തിൽ കുറച്ചൊക്കെ ഇല്ലാണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിലും ഇപ്പോ ഇതിനു മുമ്പത്തെ സ്ഥിതിയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എവിടെയൊക്കെയാണ് എത്ര ഭാഗവതോത്തമന്മാരാണ് ഓരോടത്തും ഇരുന്ന് ആ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അവസാനിച്ചിട്ടുണ്ടോ? നമുക്ക് കേട്ടിട്ട് മതിയെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇനിയും കേൾക്കണം. ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ച് കേട്ടാലും മതിയാവണില്ല. നമ്മളിപ്പോ ദശമസ്കന്ധത്തിൽ അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാ. അപ്പൊ നമുക്ക് തോന്നി ഇനി ഏകാശവും കേൾക്കണം എന്ന്. അതാണ്. അപ്പോ ഒരുപാട് ആളുകള്, ഒരുപാട് മഹാത്മാക്കള്, ഒരുപാട് ഭക്തന്മാര് ഭഗവാന്റെ മഹാത്മ്യങ്ങളെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് മുഴുവൻ വർണ്ണിക്കാൻ ആർക്കും കഴിയില്ല. അല്ലെ? ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 2000 നാവുള്ള അനന്തന് പോലും വർണ്ണിച്ചിട്ട് അവസാനിച്ചിട്ടില്ല. അല്ലെ? അനന്തന്റെ നാവൊക്കെ വളരെ ശുദ്ധ. നമ്മളിപ്പോ ഒരു നാവാണ്, അത് എരിയും പുളിയും ഒക്കെ കഴിക്കുന്നതാണ്. അപ്പൊ അതിനൊക്കെ കുറെ പരിമിതികളുണ്ട് എന്ന് ആ നാവ് കൊണ്ടൊക്കെ വർണ്ണിച്ചിട്ട് എന്താവാനാണ് എന്ന് കാണിച്ചത് ചെയ്യുകയാണ്. അല്ലെ? അപ്പോ മുഴുവൻ എണ്ണി കണക്കാക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് മുഴുവൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചുരുക്കിയാണ് ഇവിടെ പറഞ്ഞു കൊടുത്തത് എന്നാണ് പ്രസിദ്ധങ്ങളായിട്ടുള്ള കുറച്ച് അവതാരങ്ങള്. അപ്പൊ അതിനെ കേട്ട് കഴിഞ്ഞപ്പോ ശരിക്ക് പിന്നെ അടുത്ത ചോദ്യം ചോദിക്കുകയാണ് നിമി ചക്രവർത്തി എന്നാണ്. എന്താ ഈ ഭഗവാൻ ഈ മനുഷ്യജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈശ്വരോപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം ഈശ്വര സേവ, ഈശ്വരനെ സേവിച്ച് ഈശ്വരനായിട്ട് തീരുക ജീവൻ, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ ആ എല്ലാ ജീവരാശികൾക്കും ആശ്രയമാണ് ആ ഈശ്വരൻ അല്ലെങ്കിൽ നാരായണൻ, പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ. അപ്പൊ ആ ഭഗവാനെ ആ പരമാർത്ഥമായിട്ട് വിശ്വസിക്കുകയോ സേവിക്കുകയോ ചെയ്യാണ്ട് ആ ജീവിതത്തിന്റെ ലക്ഷ്യമാകുന്ന ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്താതെ ഈ വൈദിക കർമ്മങ്ങളുടെ പേരും പറഞ്ഞ് ആ വീട്, കുടുംബം, അതുപോലെ തന്നെ കാമിനി കാഞ്ചനങ്ങള് ഇതിലൊക്കെ ഒട്ടിപ്പിടിച്ച് രാഗദ്വേഷങ്ങള്, മതമത്സരങ്ങളൊക്കെ വളർത്തി കഴിഞ്ഞുകൂടുന്ന ആ ഗൃഹസ്ഥന്മാരുടെ ഗതി എന്താണ്? അവർക്കും ശ്രേയസ് വേണ്ടേ എന്നാണ്. കാരണം നേരത്തെ പറഞ്ഞില്ലേ, സാധവോ ദീനവത്സല. ഇങ്ങനെ
പ്രാകൃതന്മാരായിട്ട് ആ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നറിയാതെ ഭഗവാനെ ആശ്രയിക്കാതെ പ്രപഞ്ചത്തിന്റെ ശക്തിയായിട്ടുള്ള ഈശ്വരനെ ആശ്രയിക്കാണ്ട് ഈ വേദത്തിൽ പറഞ്ഞ വൈദിക കർമ്മങ്ങള് അതിന്റെ താല്പര്യം മനസ്സിലാക്കാണ്ടേ ആ വൈദിക കർമ്മങ്ങളുടെ പേരും പറഞ്ഞ് എന്താ വിവാഹം കഴിക്കാം, അതുപോലെ തന്നെ മദ്യം കഴിക്കാം, ഹിംസ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ നടക്കുക അല്ലെ. പൊതുവെ എപ്പോഴും സ്വാമിജി ഈ ഭാഗം വർണ്ണിക്കുമ്പോ പറയാറുണ്ട്, 3 തരത്തിലുള്ള ആസക്തി നമുക്കുണ്ട് എന്നാണ് പറയുക. അതായത് ജീവന്മാർക്കൊക്കെ കാണും ശരീരം എടുത്ത് വരുമ്പോ. അതായത് ഒന്ന് മദ്യം കഴിക്കണം, അടുത്തത് മാംസം ഭക്ഷിക്കണം, അതുപോലെ സ്ത്രീ സംഘം ചെയ്യണം, ഇങ്ങനെയുള്ള ആസക്തി. ഇതിനെ നിയന്ത്രിക്കണം നമ്മൾ. ഇത് അനുഭവിച്ചു കൊണ്ടിരുന്നാൽ പിന്നെ അത് അനുഭവിച്ചുകൊണ്ട് തന്നെ പോകും. അതിനെ നിയന്ത്രിക്കണം, നിയന്ത്രണ വിധേയമാക്കി തീർക്കണം. അപ്പൊ അതിന് വേദത്തില് വിധിച്ച സമ്പ്രദായമല്ല, വേദം ഒരു ഒഴിവ് കഴിവായിട്ട് പറയണതാണ്. അതായത് മദ്യം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ യാഗം നടത്തുക. ആ യാഗത്തില് അതിന് അടുത്ത അധ്യായത്തിൽ അത് വിസ്തരിച്ച് പറയുന്നുണ്ട്. ആ യാഗത്തില് ദേവന്മാർക്ക് സുരാപാനം വിധിച്ചിട്ടുണ്ട്. സൗത്രാമണി എന്ന യാഗത്തിലാണ് ഈ സുരാപാനം. അപ്പോ ആ യാഗം നടത്തിയിട്ട് ആ ദേവന്മാർക്ക് നിവേദിച്ചതായിട്ടുള്ള മദ്യം പ്രസാദമായിട്ട് കഴിച്ചോളൂ. പിന്നെ പതുക്കെ പതുക്കെ ഒരു മദ്യം കഴിക്കണമെന്ന് മോഹം തോന്നി ഒരു യാഗം തന്നെ നടത്തണം. അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴോ ഇനി ആദ്യം ചിലപ്പോൾ ചെയ്തു എന്ന് വരും, കുറച്ച് കഴിഞ്ഞാലോ അത് വേണ്ടാന്ന് വെക്കും. അങ്ങനെ അതിൽ നിന്നുള്ള ആ ആഗ്രഹത്തിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുക. അതാണ് വേദത്തിന്റെ താല്പര്യം. പ്രവൃത്തിയല്ല നിവൃത്തിയാണെന്ന് പറയാൻ കാരണം. ഒരു കർമ്മം ചെയ്യാൻ എന്തുകൊണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു? ഇനി ആ കർമ്മം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴും അതാ നമ്മുടെ ഈ കാര്യം എങ്ങനെയാ? അപ്പൊ നമ്മൾ ജനിച്ചു, അപ്പൊ നമ്മൾ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇനി ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ജനിക്കാതിരുന്നാൽ പിന്നെ മരിക്കൂല്ലല്ലോ. അപ്പൊ ആ നിലയിലേക്കാണ്. അതുപോലെ മാംസം കഴിക്കണം. മാംസം കഴിക്കുക, യാഗം നടത്തിയിട്ട് യാഗത്തില് അതായത് യജ്ഞ പശുവിനെ നിശ്ചയിച്ചിട്ടുണ്ട്. പശു എന്ന് വെച്ചാൽ നമ്മള് ഗോവ എന്നുള്ള അർത്ഥത്തിൽ കാണേണ്ടത് ഒരു മൃഗം എന്ന ഭാവം. നമ്മുടെ ഉള്ളിലുള്ള മൃഗീയ വാസനകളുടെ ഒരു പ്രതീകമായിട്ടാണ് അത് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ ആ പശു യാഗത്തില് ആ യാഗപശുവിന്റെ മാംസം പ്രസാദമായിട്ട് കഴിച്ചോട്ടെ. അപ്പൊ മാംസം കഴിക്കണമെങ്കിൽ ഒരു യാഗം നടത്തണം അല്ലെ. അപ്പൊ ആ ചെലവിനെ കുറിച്ച് ഓർക്കുമ്പോഴോ പതുക്കെ അതും വേണ്ടാതെ വെക്കുന്നതാണ്. അങ്ങനെ പതുക്കെ അതൊന്ന് വ്യതിരിഞ്ഞു. അതുപോലെ പല സ്ത്രീകളോട് ആസക്തി തോന്നുന്ന പല സ്ത്രീകളോട് തോന്നുന്ന ഒരു ആസക്തിയെ ആ വിവാഹം കഴിച്ച് സ്വന്തം ഭാര്യയില് കേന്ദ്രീകരിച്ച് അതിനെ നശിപ്പിക്കുക എന്നാണ്. അല്ലാണ്ട് അതിൽ ആസക്തനായിട്ട് ജീവിക്കാനല്ല അപ്പൊ അത് പലപ്പോഴും പറയുന്നുണ്ട് അല്ലെ. ധർമ്മം, അർത്ഥം, കാമം, ഇതിനെയൊക്കെ ഓരോ ആൾക്കാരും അത് വേദത്തിൽ പറഞ്ഞതാണ്. അപ്പൊ അതാണ് ലക്ഷ്യം എന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാണ്. അർത്ഥവും കാമവും ഒന്നും ലക്ഷ്യമൊന്നും അല്ല. അത് ധർമ്മത്തിനും ആ പരമപുരുഷവാർത്ഥമായിട്ടുള്ള മോക്ഷത്തിന്റെയും ഇടയിലുള്ള 2 സംഗതികളാണ്. അപ്പൊ ഈ ധർമ്മത്തിനും അതുപോലെ ധർമ്മത്തിന് ഗ്ലാനി വരാനും പാടില്ല, മോക്ഷമാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയും വേണം. അതിനനുസരിച്ച് ഈ അർത്ഥകാമങ്ങളെ നമ്മൾ വിനിയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ അവിടെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അതൊന്നും മനസ്സിലാക്കാണ്ട് ഇപ്പോ ഇതൊക്കെ വേദത്തിന്റെ സമ്പ്രദായമാണ്, ഇതിനെ അനുഷ്ഠിക്കുകയാണ് വേണ്ടത് എന്നും പറഞ്ഞ് ആ വീട്, കുടുംബം, അവിടുത്തെ അനുഭവങ്ങള് ഇതിലൊക്കെ ഒട്ടിക്കൂടിയിട്ട് ആ കർമ്മം ചെയ്യുന്തോറും നമ്മുടെ ഉള്ളിലെ കർമ്മവാസനകളെ വർദ്ധിപ്പിച്ച് അതിന്റെ ഫലമായിട്ട് രാഗദ്വേഷങ്ങള്, മതമത്സരങ്ങള് ഒക്കെ വളർത്തി കഴിഞ്ഞു കൂടുന്നതായ ഈ ഗൃഹസ്ഥന്മാരുടെ ഗതി എന്താണ്? അവർക്കും കൂടെ ശ്രേയസ് ഉണ്ടാവണ്ടേ? അതിനെന്താണ് ഒരു മാർഗം എന്നൊക്കെയാണ് പിന്നെ നിമി മഹാരാജാവ് ഈ അതായത് യോഗികളോട് ചോദിക്കുന്നത്. അപ്പൊ അതിന് ചമസൻ എന്ന യോഗീശ്വരനാണ് മറുപടി പറയുന്നത് എന്നാണ്. അതായത് ആ ഈശ്വരന്റെ വിശ്വാസമോ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളോ ഇല്ലെങ്കില് പിന്നെ അവൻ അതായത് യജ്ഞപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും വാസ്തവത്തിൽ അത് ധർമ്മം ആവില്ല, അത് സംസാര ധർമ്മം മാത്രമേ ആവുള്ളൂ. ഈശ്വരന്റെ വിശ്വാസമോ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളോ ഇല്ലെങ്കിൽ പിന്നെ ആ ജീവനില് സംസാരധർമ്മം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ പേരെന്ത് പറഞ്ഞാലും ആകൃതി എന്തായാലും ഈശ്വരനോട് ചേരാതിരിക്കുന്ന കാലത്തോളം ആ വസ്തു സംസാരത്തിന്റെ ഒരു ഘടകം മാത്രമേ ആകുള്ളൂ. ആ വൈദിക കർമ്മമെന്നോ ഗൃഹസ്ഥ ധർമ്മമെന്നോ ഒക്കെ പറഞ്ഞാലും ഈശ്വരത്വം ഇല്ലാതിരിക്കും കാലത്തോളം അതൊക്കെ സംസാരധർമ്മം മാത്രം തന്നെയാണ്. അപ്പൊ ആ സംസാരത്തെ വിടാൻ മടിയുള്ള ആ രാഗികളായിട്ടുള്ള പ്രാകൃതന്മാരാണ് അങ്ങനെ ജീവിക്കുന്നത്.
അവരവരുടെ ജീവിതവും പ്രവൃത്തിയും ശരിയാണ് എന്നും അതേ ശരിയുള്ളൂ എന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വേദവിധികളെ പോലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ അവസാനമില്ലാത്ത കൂടധർമ്മങ്ങളൊക്കെ ചെയ്യും. അതിന്റെ പേരില് ദുരിതങ്ങളുടെ വളനിലമായിട്ടുള്ള ഗൃഹം, ഗാർഹസ്ഥ്യം മറ്റെല്ലാ ആശ്രമങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് എന്ന് അവർ പറയും. കാരണം നമുക്കൊരിക്കലും ഗൃഹസ്ഥധർമ്മത്തിൽ ഇരുന്നു കൊണ്ട് ആ ലക്ഷ്യത്തിൽ എത്താൻ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഓരോ കർത്തവ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അവരിപ്പോ അതാണ് ഗൃഹസ്ഥധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് അവര് പറയുന്നതാണ്. അവര് പറയും അവരുടെ ദൃഷ്ടിയില് ഗൃഹസ്ഥനെ മുക്തിയുള്ളൂ എന്നൊക്കെ അവര് പറയില്ല. ആ തന്റെ ഇഷ്ടത്തിനും പ്രവൃത്തിക്കും അനുസരിച്ച് വേദത്തിന് അർത്ഥം കൽപ്പിക്കും. ഗാർഹസ്ഥ്യം എന്ന് വെച്ച വേദവിധിയാണ്, അതിനെ നിഷേധിക്കുന്നത് പാപമാണ്. അത് പിന്നെ ധനം സമ്പാദിക്കാൻ വേദം വിധിച്ചിട്ടുണ്ട്. അർത്ഥം എന്ന് വെച്ച പുരുഷാർത്ഥങ്ങളിൽ ഒന്നാണ്, അതിനെ ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പൊ കഷ്ടപ്പെട്ടിട്ടും പണം സമ്പാദിക്കണം എന്നൊക്കെയാണ് അവരുടെ വാദം. അവര് പറയുക. അതിന്റെയൊക്കെ അർത്ഥം അവർക്ക് കാമിനി കാഞ്ചനങ്ങളെ വിടാൻ വയ്യ എന്നുള്ളതാണ്. അവർക്ക് അതിൽ ആസക്തിയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെയും ആ മാർഗത്തിലേക്ക് നയിക്കുകയാണ്. അപ്പൊ ലോകത്തില് സാധാരണ ജനങ്ങളുടെ ഇടയില് ഈ സ്ത്രീ സംഘം, മദ്യപാനം, അതുപോലെ മാംസഭക്ഷണം, ഇവ മൂന്നും അരുത് എന്ന് പറഞ്ഞാലും അത് ഉള്ളിൽ ആ വാസനകൾ ഉണ്ടാവും. അത് അകലാൻ പോണില്ല. അരുതെന്ന് കർക്കശമായിട്ട് നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവരെ അറിയാണ്ട് ചെയ്യാൻ തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. ഈ മൂന്ന് സമ്പ്രദായങ്ങളുമാണ്, അതായത് ഈ മൂന്നുമാണ് സ്ത്രീ സംഘം, മദ്യപാനം, മാംസഭക്ഷണം, ഈ മൂന്നുമാണ് ജീവനെ ഏറ്റവും അധികം അധപ്പതിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിനെ അവശ്യം തടയണം. ആ നിലയ്ക്ക് പ്രസ്തുത മൂന്ന് ധർമ്മങ്ങൾക്കും വേദം ഒരടക്കം വെച്ചതാണ് വിവാഹം, യജ്ഞം, അത് സൗത്രാമണി, യാഗം. ഈ മൂന്ന് ധർമ്മങ്ങളിൽ കൂടെ അത് ആ മൂന്ന് ഭാവത്തിന് ഒരു നിയന്ത്രണം വെച്ചിരിക്കുകയാണ്. അപ്പൊ വിവാഹാദികള് വിധിയല്ല, അപവാദമാണ്. അതായത് ഒഴിവ് കഴിവാണ് എന്നർത്ഥം. ഒരാൾക്ക് ദ്വന്ദ്വധർമ്മം കൂടിയേ കഴിയൂ എന്നുണ്ടെങ്കിൽ വിവാഹത്തിൽ കൂടെ ചെയ്യട്ടെ. മാംസം ഭക്ഷിക്കാതെ വയ്യ എന്നാണെങ്കിൽ യാഗം നടത്തട്ടെ. അങ്ങനെ തന്നെ മദ്യപാനം കൂടാതെ കഴിയില്ല എന്ന് വെച്ചാൽ സൗത്രാമണി യാഗം നടത്തി സുര പാനം ചെയ്യട്ടെ. ഇതൊക്കെ വേദത്തിന്റെ ഈ അഭിപ്രായത്തെ ആ ആളുകളെ വിധിയായിട്ട് വ്യാഖ്യാനിക്കും. അവയെ ആചരിച്ചില്ലെങ്കിൽ പാപമുണ്ട് എന്ന് പോലും പറയും. ഇപ്പൊ പലയിടത്തും അങ്ങനെയാ. പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഇവിടെ ജന്തുഹിംസ നടത്തിയതാണ്, അത് ചെയ്തിട്ടില്ലെങ്കിൽ പാപമാണ്. ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ അതിന്റെ പിന്നാലെ പോണ ആളുകളുണ്ട് അല്ലേ? അത് പ്രാകൃതന്മാരാ. ഇതിൽ ഒരു അബദ്ധം മറ്റെന്താ ഉള്ളത്? അങ്ങനെ തന്നെ ധർമാചരണത്തിന് വേണ്ടിയിട്ട് ചിലപ്പോ ധനത്തിന്റെ ആവശ്യം ഉണ്ടാവും. പക്ഷെ ധർമ്മം നിറവേറ്റാൻ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളമേ ആവശ്യമുള്ളൂ. ധാർമ്മിക ജീവിതം കൊണ്ടേ ചിത്തശുദ്ധിയും ജ്ഞാനപ്രാപ്തിയും ഒക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ധനം ആവശ്യമാണ്. പക്ഷെ ധനസമ്പാദനം ഒരാളുടെ ലക്ഷ്യമല്ല. ലക്ഷ്യം ജ്ഞാനപ്രാപ്തിയാണ്. അപ്പോ അതിന് എത്രത്തോളം ധനത്തിന്റെ അപേക്ഷയുണ്ടോ അത്രത്തോളമേ സ്വീകരിക്കാവൂ, ആവശ്യമുള്ളൂ. ഇതാണ് വേദത്തിന്റെ അഭിപ്രായം. ഇതിനെ മറിച്ച് ധനം പുരുഷാർത്ഥങ്ങളിൽ ഒന്നാണ്, അതിനെ വേദം വിധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആയുഷ്കാലം മുഴുവൻ ധനസമ്പാദനത്തിന് വേണ്ടി തന്നെ ഒരാൾ ചെലവഴിക്കണമെന്ന് വെച്ചാൽ ഇതിൽ പരം കഷ്ടം വേറെന്തുള്ളത്? ഇങ്ങനെ പരമാർത്ഥത്തെ അറിയാതെയും അറിയാൻ ശ്രമിക്കാതെയും വൈദിക ധർമ്മം എന്ന പേരും പറഞ്ഞ് വെറും പ്രാകൃതരായിട്ട് ഗൃഹകുടുംബാദികളിലും ധനധാന്യാദികളിലും ഒക്കെ അത്യാസക്തന്മാരായി രാഗദ്വേഷങ്ങളെയും മതമത്സരങ്ങളെയും ഒക്കെ വളർത്തി ജീവിക്കുന്ന മൂഢന്മാര് ശരിക്കു പറഞ്ഞാല് വെറുതെ ആയുസിനെ പാഴാക്കുകയാണ്. അവർക്ക് എപ്പോഴും ദുഃഖം തന്നെയാണ് ഫലം. എന്നിങ്ങനെ ഇതാണ് ശരിക്ക് അതിന്റെ ഭാവം. അതായത് ഈശ്വരനെ ആശ്രയിക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് ദുഃഖോദർക്കമായിട്ടുള്ള ജീവിതമായിരിക്കും എന്നാണ് ഇനി ചമസ യോഗീശ്വരൻ പറയാനായി കൊണ്ടുപോകുന്നത്. ആ ചമസ യോഗീശ്വരന്റെ അഭിപ്രായം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അനുസ്മരിക്കാം. അടുത്ത അധ്യായത്തില് അതിനെയാണ് വർണ്ണിക്കുന്നത്. അതായത് ഇന്നത്തെ ആ സത്സംഗം ഭഗവത് പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് ഇവിടെ നിർത്താം. ഇന്ന് ഈ ജ്ഞാനയജ്ഞം സമർപ്പണം നടത്തിയിട്ട് യജ്ഞസമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടിയ ധന്യധന്യനായിട്ടുള്ള മഹാത്മാവാണ് സദാശിവൻ നായർ പൂരം. അദ്ദേഹത്തിന്റെ സപ്തതിയും കൂടിയാണ് ഇന്നാണ്. വളരെ ധന്യധന്യനാണ്. ഇങ്ങനൊരു സപ്തതി വേളയില് ഇത്തരത്തിലൊരു യജ്ഞസമർപ്പണം നടത്താൻ കഴിഞ്ഞ അദ്ദേഹം പൂർവജന്മ സുഹൃതി തന്നെയാണ്, സംശയമില്ല. അതും ഇന്ന് ഇപ്പൊ ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം അതൊക്കെ ഒന്നിച്ചു വരിക. ഇതൊക്കെയാണ് ഈ ഈശ്വരാനുഗ്രഹം വരുമ്പോ എല്ലാം ഒരുമിച്ച് എല്ലാറ്റിനും വേണ്ടതുപോലുള്ള ഒരു പുഷ്ടി അവിടെ കാണുന്നതാണ്. അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിന് തന്നെ അല്ലെ, അദ്ദേഹത്തിന്റെ ചെറുമകനാണ് ആ ധനഞ്ജയ് പ്രസാദ്. അപ്പൊ അവര് അതുപോലെ ആ രാജൻ സദാശിവൻ,
ഇപ്പൊ ഇവർ ശരിക്ക് ആ ആധ്യാത്മികമായിട്ട് ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കുന്ന ഒരു പാരമ്പര്യക്കാരാണ്. തീർച്ചയായിട്ടും അവർക്ക് ഈ ജീവിതം കൊണ്ട് ആ ചെയ്യുന്ന സമർപ്പണ ആ ഭാവം കൊണ്ട് ഈ സൽക്കർമ്മത്തിന്റെ ഫലമായിട്ട് അവരുടെ ആ കുടുംബത്തിന് പൂർണ്ണമായിട്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ ആ അനുഗ്രഹം, അതുപോലെ ഭഗവത് അനുഗ്രഹവും ആ എല്ലാവിധ ഐശ്വര്യങ്ങളും കൊണ്ടും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പിന്നെ സപ്തതി ആഘോഷിക്കുക അദ്ദേഹത്തിന്റെ തന്റെ ജീവിതത്തെ എങ്ങനെയാണ് ജീവിത ലക്ഷ്യമാകുന്ന ഈശ്വരനെ സാക്ഷാത്കരിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് ഈ യജ്ഞ സമർപ്പണത്തിലൂടെ ആ സപ്തതി ആഘോഷിക്കുന്ന ശ്രീമാൻ മഹാത്മാവായിട്ടുള്ള ധന്യാത്മാവായിട്ടുള്ള സദാശിവൻ നായർ നമുക്ക് ഒരു വഴി കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെയും ഈ തരത്തിലാണ് ജീവിതം നയിക്കേണ്ടത്. ആ ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമേ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ നമുക്ക് സാക്ഷാത്കരിക്കാനായി കൊണ്ട് പറ്റുള്ളൂ. അപ്പോ നമ്മള് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഈ ഭൗതികമായിട്ട് ഈ ജീവിതം നയിക്കുമ്പോൾ ഇവിടുത്തെ അനുഭവങ്ങള് ശ്രേയസ്സിനായിക്കൊണ്ട് ഭവിക്കും. തദ്വാര ആ ശ്രേയസ് പരമലക്ഷ്യമായിട്ട് ഈശ്വരനെ പ്രാപിക്കാനും ഉതകുമാറാവട്ടെ എന്ന് എല്ലാവരും ആ സപ്തതി ആഘോഷിക്കുന്ന അദ്ദേഹത്തിന് നമ്മൾ അങ്ങോട്ട് അനുഗ്രഹം കൊടുക്കാൻ നമ്മളെ ശക്തന്മാരൊന്നും അല്ല. അനുഭവം കൊണ്ട് ഒരുപാട് സമ്പത്തുള്ള ആളാണ് സദാശിവൻ നായർ. അനുഭവ സമ്പത്ത് ഉണ്ട്. അപ്പൊ അനുഭവ സമ്പത്തുള്ള അദ്ദേഹം നമ്മളെയാണ് ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹിക്കേണ്ടത്. ആ ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ഉണ്ടാവട്ടെ എന്ന് ഈ ശ്രോതാക്കൾ എല്ലാവരും ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമുക്കും ഉണ്ടാവട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുക എല്ലാവരും. അങ്ങനെ ആ ഭഗവാൻ അവർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സത്സംഗത്തെ ഭഗവത് പാദാരവിന്ദങ്ങൾ സമർപ്പിക്കാം. കായേന വാചാ മനസ്സേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ഭക്തന്മാരും ഇനി ആ സമർപ്പണം വേണ്ടവര് നേരത്തെ തന്നെ പറഞ്ഞ് ആ സമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടാൻ അത് പറ്റിയൊരു സന്ദർഭമാണ്. അതിനെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തണം എന്ന് ഒന്നുകൂടെ അപേക്ഷിക്കുകയാണ്. ഹരിയോ തത്സത്.